പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് യാതൊരു തരത്തിലുള്ള ലക്ഷണവും കാണുന്നില്ല. ഹോർമുസ് കടലിലേക്ക് തുറക്കാനുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ ബഹറിൻ മുന്നോട്ട് വെച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇക്കടത്തിൽ നൽകാനുള്ളത്. മേഖലയിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ടെന്നും ഇതിന് അന്താരാഷ്ട്ര നിയമ പിന്തുണ വേണമെന്നുമാണ് ആവശ്യം. വിഷയത്തിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കും. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയിൽ US ഇടപെടില്ലെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ബഹറിന്റെ നീക്കം. ഇതിനിടെ ഇറാനിൽ US ഇസ്രായേൽ ആക്രമണവും രൂക്ഷമാണ് എന്ന വിവരവും പുറത്തുവരുന്നു. ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർക്കുന്ന ദൃശ്യങ്ങൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. چه صدا دیدین وقتی نزدیک میزنه اینجوریه صدا. ഇക്കാര്യം ഇറാൻ ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇറാന്റെ അവകാശവാദം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ലോകത്തെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന സംശയമില്ല ഹോർമുസുമായി ബന്ധപ്പെട്ട ഹോർമുസിൽ ഇറാനും ഒമാനും ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പരമപ്രധാനം. അവിടെയാണ് ബഹറിൻ്റെ ഇടപെടലും മറ്റും വരുന്നത്. മറ്റ് ലോകരാജ്യങ്ങളും ഇതിനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ചില നിലപാടുകളൊക്കെ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ എന്താണ് GCC രാജ്യങ്ങളുടെ ഈ വിഷയത്തിലെ നീക്കം? രഞ്ജിത്ത്, ഇന്നലെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്ന ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ ഒരു ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയെപ്പറ്റി ഒന്നും തന്നെ പരാമർശിച്ചില്ല. അദ്ദേഹം അത് മറ്റ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് ബഹ്റൈൻ്റെ ഈ പുതിയ നീക്കം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് GCC രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് UN-ൽ ബഹ്റൈൻ ഇത്തരമൊരു പ്രമേയം അത് മുന്നോട്ട് വെച്ചത്. അതായത് ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അത് ഉറപ്പാക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്നും ഇതിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിന്തുണ വേണമെന്നുമാണ് ബഹ്റൈൻ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നിലവിൽ ഇന്ന് തന്നെ വോട്ടെടുപ്പ് നടക്കും എന്നാണ് വിവരമുള്ളത്. ഇന്ത്യൻ സമയം ചിലപ്പോൾ ഇന്ന് രാത്രിയോടെയൊക്കെ ആയിരിക്കും അത് നമുക്ക് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കുക. അതേസമയം തന്നെ ഈ ഒരു വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിനെതിരെ ഒരു എതിർപ്പ് വരാൻ സാധ്യതയുള്ളത് റഷ്യയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നുമാണ്. അവർ പ്രധാനമായിട്ടും തങ്ങളുടെ വീറ്റോ പവർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു അപകടം മണത്തുകൊണ്ട് GCC രാജ്യങ്ങൾ മറ്റൊരു നീക്കം കൂടി നടത്തുന്നുണ്ട്. അതായത് ഈ GCC രാജ്യങ്ങൾ റഷ്യയെയും അതുപോലെ തന്നെ ചൈനയെയും കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കവും നിലവിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അറേബ്യയിലെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോൾ നിലവിൽ റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനുമായിട്ട് സംസാരിച്ചതായിട്ടാണ് വിവരമുള്ളത്. GCC രാജ്യങ്ങളിലുള്ള ചില അംഗങ്ങൾ ചൈനയും ബന്ധപ്പെടാനുള്ള നീക്കങ്ങളും നിലവിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മറ്റ് രാജ്യങ്ങളെ കൂടി ഈ തങ്ങൾക്കെതിരെ നീക്കം വരാൻ സാധ്യതയുള്ള ഈ മറ്റ് രാജ്യങ്ങളെ കൂടി അനുനയിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ ശക്തമായിട്ടുള്ള ഒരു നീക്കവുമായിട്ടാണ് GCC രാജ്യങ്ങൾ നിലവിൽ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ഇതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ബഹ്റൈൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പ്രസക്തമാണ്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ഓരോ രാജ്യങ്ങൾക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട്. ഇതിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിന്തുണ വേണമെന്നാണ്. അതായത് ഹോർമുസ് കടലിടുക്ക് വഴി ഓരോ രാജ്യങ്ങളും കപ്പൽ യാത്ര നടത്തുമ്പോൾ അതിനെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കാനുള്ള അവകാശം തന്നെയാണ് ഇതിലൂടെ ഓരോ രാജ്യങ്ങളും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അയക്കാനും ഇറാനെതിരെയുള്ള ആക്രമണം നടന്നാൽ അത് പ്രതിരോധിക്കാനുമുള്ള ഒരു അംഗീകാരം UN-ന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. ഇപ്പോൾ ഇതേ സമയം തന്നെ ഇപ്പോൾ ഈ ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള മാർക്കോ റൂബിയോ അദ്ദേഹം ജപ്പാനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ജപ്പാനുമായിട്ടും ഈ ഫ്രാൻസും ജപ്പാനുമായിട്ടും നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ഈ ഒരു ചർച്ചയിലും ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അത് പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഇതെല്ലാം ട്രംപ് ഇപ്പോൾ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞതോടെയാണ് മറ്റ് രാജ്യങ്ങൾ ഹോർമുസിന്റെ വിഷയത്തിൽ ഒന്നിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ട്രംപ് ഇന്നലെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു പരാമർശമുണ്ട്. അതായത് ഇറാനെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കും ഒരു ഡീലിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ. ഇപ്പോൾ അതിന് ആ ഒരു രീതിയിൽ ഇറാനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണവും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്നുണ്ട്. ടെഹ്റാന് സമീപമുള്ള ഇറാൻ
ടെഹ്റാനിലെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്ന് അത് US പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. ട്രംപ് തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ചിട്ടുമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു മുന്നറിയിപ്പായി ട്രൂത്ത് സോഷ്യലിൽ ഇപ്രകാരം കുറിക്കുകയും ചെയ്യുന്നു. അതായത് ഇറാൻ എത്രയും വേഗം ഒരു ഡീലിൽ എത്തിച്ചേരാൻ തയ്യാറാകണം, ഇല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും നാമാവശേഷമാക്കും എന്നെല്ലാമാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ഗ്രേറ്റർ നേഷൻ അത് പടുത്തുയർത്താൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എന്നതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, മറ്റ് ചില ആക്രമണങ്ങളും നിലവിൽ ടെഹ്റാനിലും സമീപ പ്രദേശങ്ങളിലും നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ടെഹ്റാനിലുള്ള ഏറ്റവും പഴയ, അതായത് ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള ഒരു മെഡിക്കൽ റിസർച്ച് സെൻറ്റർ അത് US-ഉം ഇസ്രായേലും ആക്രമിച്ച് പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടെഹ്റാനിലുള്ള ഒരു സ്റ്റീൽ ഫാക്ടറി തകർത്തതായിട്ടും വിവരമുണ്ട്. മറ്റ് ചില സ്റ്റീൽ ഫാക്ടറികൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. ഈ പാലം തകർത്ത ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് 8 മരണമാണ് ആകെ റിപ്പോർട്ട് ചെയ്തത്. 95 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇറാനുള്ളിൽ നടന്ന ആക്രമണങ്ങളിൽ മൊത്തം ഏതാണ്ട് 2000-ലധികം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി തന്നെ പുറത്തുവരുന്ന വിവരം. റെഡ് ക്രസൻറ്റ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 15,000-ന് മുകളിൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നതായിട്ടും വിവരമുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ തിരിച്ചടികളും ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇമേജുകളും ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ ദുബായിലുള്ള ഈ പ്രിൻസ് സുൽത്താൻ എയർബേസ്, സൗദി അറേബ്യയിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസ്, ഇതിലുള്ള US-ന്റെ റഡാർ സംവിധാനം ഉൾപ്പെടെ ഇറാൻ ആക്രമിച്ച് തകർത്തതായിട്ടാണ് നിലവിൽ വിവരമുള്ളത്. ഇതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം നിലവിൽ പുറത്തു വന്നതായിട്ടാണ് വിവരമുള്ളത്. എന്നാൽ ദുബായ് അധികൃതർ ഇത് നിഷേധിച്ചതായിട്ടും നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. സാഹചര്യം ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ്. യുദ്ധം, ആക്രമണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അജയ് സുധാ ബിജു പങ്കുവെക്കുന്നത്.